ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഇന്ന് ഓണാണ്. സൗണ്ട് കിട്ടില്ല അല്ലേ? നോക്കട്ടെ. അതോ ഇപ്പോഴാണ് ഓണായെന്ന്? ഇപ്പോഴാണ് ഓണായേ. ഞങ്ങളിന്ന് വാട്സ് ഇൻ ആർ ബാഗ് ചെയ്യാൻ പോവാ. വേഗം നോക്ക്. ആദ്യം എടുക്ക്. എന്റെ പൗച്ച്. കോമഡി പൗച്ച. ഇതിലെല്ലാം ഉണ്ട്. പിന്നെ ഇതിലൊന്നുമില്ല. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്ന് വെച്ചാ മാർക്കർ ഉണ്ട്. ഞാൻ അവിടെ ഇരിക്കട്ടെ. ഈ തുടങ്ങിപ്പോയി. ഇനി പറ്റില്ല. ഈ ഫേസ് ഒരു മതി. ഇതിൽ എല്ലാം ഉണ്ട്. ഓള് പറഞ്ഞ പോലെ മാർക്കറുണ്ട്. എല്ലാം കൂടുതലുണ്ട്. എല്ലാം കുറച്ച് കൂടുതലുണ്ട്. ഇതെന്റെ നിധിപ്പെട്ടിയാണ്. അടുത്തത് ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് സുധാമൂർത്തിയുടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇതെന്റെ അറ്റൻഡൻസ് ബുക്ക്. ഇത് ഞാനിപ്പോൾ അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ബുക്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മിസ്സായാൽ ഭയങ്കര പ്രശ്നമാകും. നോക്കട്ടെ. രണ്ട് അയ്യോ ഓഫായതാ ഇപ്പോൾ. ലോണായതാ. ഓക്കെ ഇരിക്കട്ടെ. പിന്നെ ആൻസർ പേപ്പേഴ്സാണ്. ഇപ്പം എക്സാം നടക്കുന്നില്ല. എൻ്റെ 5 എക്സാം കഴിഞ്ഞല്ല, 5 ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞതാണ്. അപ്പോൾ 5 ബണ്ടൽസ് ആൻസർ പേപ്പേഴ്സ്. ഇതിൻ്റെ ഗ്രാമർ ബുക്ക് 4ാം ക്ലാസ്സിൻ്റെ ഇന്റേണലിൽ ഞാൻ കൊടുത്ത വർക്ക്ഷീറ്റ്. എല്ലാവരുടെ നോട്ട്ബുക്ക് നോക്കാനുള്ളത്. ക്ലാസ് ലോഗ് ബുക്ക്. ഇതിൽ നമ്മൾ എന്തൊക്കെ എഴുതും? പീരീഡ്, സബ്ജക്റ്റ്, ക്ലാസ് വർക്ക്, ഹോംവർക്ക്, സൈൻ. എല്ലാ ടീച്ചേഴ്സും എഴുതും. എന്നിട്ട് ഇത് ഫോട്ടോ എടുത്ത് വൈകുന്നേരം അയച്ചു കൊടുക്കും. ബിഫോർ എത്ര മണിക്ക് മുന്നേ ആയിരിക്കും? ഇപ്പോൾ ഓഫായതായിരിക്കും. ഇപ്പോൾ ഓണായതായിരിക്കും. ഇപ്പോൾ ഓണം. ഇത് ലെസൺ പ്ലാനും പിന്നെ നോട്ട്സ് കറക്ഷൻ്റെ ഒരു ഇത് എന്താ പറയുക. എനിക്കതൊന്നുമില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് അവരെന്നെ പിടിക്കും. അതുകൊണ്ട് എനിക്കും ഉണ്ട്. ഇതെൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ എക്സാമിൻ്റെ. ഇതെൻ്റെ റഫ് ബുക്ക്. പഴയ സ്കൂളിലെ, ഞാൻ മുന്നേ വർക്ക് ചെയ്ത സ്കൂളിലെ. പിന്നെ 2 അറ്റൻഡൻസ് ബുക്ക്. ഒന്ന് 50A മാം ഇന്നലെ ആബ്സെൻ്റ് ആയതുകൊണ്ട് ഞാൻ വെച്ചതാ. ഇതെൻ്റെ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ പേഴ്സണൽ കോപ്പി, മാർക്ക് ലിസ്റ്റ് എഴുതുക. ഇതിൽ ഞാൻ മാർക്കൊന്നും എഴുതിയിട്ടില്ല. ഓളെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വേറൊരു കൈൻഡ് ഓഫ് റഫ് ബുക്കാണ്. ഇനി അടുത്ത് എൻ്റെ റഫ് ബുക്കാണ്. ക്ലാസ്സിന് പ്രിപ്പയറാക്കിയ നോട്ട്സ്. ഇതെൻ്റെ മെയിൻ. പനിച്ച് വിറച്ച് ഒറ്റ രാത്രി കൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പോയി കാണുന്നില്ലല്ലോ. ലെസൺ പ്ലാൻ, പ്രിൻസിപ്പൾ സൈനൊക്കെ ഉണ്ട്. പച്ച കണ്ടോ? ടെക്സ്റ്റ് ബുക്ക് 5th ടെക്സ്റ്റ് ബുക്ക്. 3rd ടെക്സ്റ്റ് ബുക്ക്. ഇതിൻ്റെ മെൻറ്റോസ് ഇതില്ലാതെ ജീവിക്കാൻ പറ്റും. ഇതോളം എനിക്ക് തരാറ്. ഞാൻ കൊണ്ടുപോവല്ല. ഇതോളം എനിക്ക് സമ്മാനം തന്നതാണ്. എന്തിനു തന്ന? ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഈ ഡയറി. ഇതൊരു മുട്ടാണ്. ചേച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഒരു വലിയ പാക്കറ്റ് തന്നതാ. കെട്ടി വെക്കായിരുന്നു ബാഗിൽ. എല്ലാവരെയും കാണിക്കായിരുന്നു. ഒന്നെടുത്ത് വെച്ചതാ കഴിക്കാൻ. ഇത് വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റ് ഉണ്ടോ? ഇതെന്താ? ഇതൊക്കെ വർക്ക്ഷീറ്റാ. ഇത് 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് മറ്റേ എക്സ്ട്രാ വന്ന ആൻസർ ഷീറ്റ് ഞാൻ ഒപ്പിട്ടുകൊണ്ട് ഞാനിങ്ങ് പറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇനി കുറേ ഉണ്ട്. തീരല്ലേ? മെല്ലെ ഓരോന്നോരോന്ന് എടുക്കും. പിന്നെ ടിഷ്യൂ, വെള്ളം. ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരും. അപ്പോൾ ടിഷ്യൂ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അതുകൊണ്ട് ബോട്ടിലും കഴിച്ചില്ല. ബോട്ടിൽ കൊണ്ടുപോകലൊന്നുമില്ല, വെറുതെ വെക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. വല്ലപ്പോഴും കൊണ്ടുപോകും. വേസ്റ്റ് പേപ്പർ.
ഇതും വർക്ക്ഷീറ്റാ. ഇതൊക്കെ കുട്ടികൾ കാണണം. പിന്നെ ഇങ്ക് ബോട്ടിൽ. ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ട് ഒറ്റ ബണ്ടിലേ ഞാൻ കൊണ്ടുപോയി. എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നേ കൊണ്ടുപോയി. കഴിഞ്ഞോ? ഇഷ്ടം പോലെ ഉണ്ട്, ഇനി എടുത്തു തീർക്കല്ലേ. പിന്നെ ഇത് എന്താ മിന്റിന്റെ മിഠായി അല്ല, അതിന്റെ അത് തീർന്നതാ. ഈ മുട്ടായി എന്ത് വിലയാണെന്നറിയോ? 160. ഈ ചെറിയ 120 എന്തോ. നമ്മള് റെസ്റ്റോറന്റിൽ പോകുമ്പോ കഴിക്കാൻ തരൂലേ, കഴിച്ച ശേഷം അവിടുന്ന് വാരി അവിടെ നമ്മള് കട്ടോണ്ട് വന്നതാ. അതന്നെ വാരി കൊണ്ടുവന്നത്. ഇത് ഞാനിപ്പോ വായിക്കണ ബുക്ക് ഡു എപ്പിക് ഷിറ്റ്, അത്രേ ഉള്ളൂ. ഓഫായി പോയിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് 3 മിഠായി പിള്ളേർ ബർത്ത്ഡേക്ക് തന്നത്. അപ്പോൾ അത് വാങ്ങി വെച്ചു. ഇത് ഇവളെ ബർത്ത്ഡേക്ക് എൻ്റെ മേക്കപ്പ് പോകാൻ ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. അന്ന് ബാഗിൽ ഇട്ടതാ, എടുത്ത് പുറത്ത്. റെഡ് ഇങ്ക് വൈറ്റ്നർ ഒരു ടീച്ചർക്ക് നിർബന്ധമായിട്ടും വേണ്ട 2 ബാക്കിയൊന്നും പിന്നെ വേണ്ടല്ലോ. കഴിഞ്ഞിട്ടോ എൻ്റെ നല്ല ജലദോഷം ഉള്ളതുകൊണ്ട് ഈ ക്ലൈമറ്റിൽ ഇത് നിർബന്ധമാണ്. ഇതൊരു കുട്ടി കീച്ചയും തന്നതാണ്, പക്ഷെ പൊട്ടിപ്പോയി. ഇത്രയേ ഉള്ളൂ. പിന്നെ പെൻഡ്രൈവ് സ്കൂളിൽ സ്മാർട്ട് ബോർഡിൽ കുത്താൻ നോട്ട്സൊക്കെ കൊടുക്കാൻ. ഇത് ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്ത് ബാഗിൽ വെച്ചതാ. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല, അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഫോണ് പെട്ടിയിലിടണം അല്ലേ. ഇതൊക്കെ ഞാൻ എങ്ങനെ കാണിക്കും? എന്താ കാർഡല്ലേ ഡയമണ്ട് കുട്ടീൻ്റെ ഫോട്ടോ. റിച്ച് ആയതുകൊണ്ട് 3 ATM കാർഡ് ഉണ്ട്, പക്ഷെ പൈസ ഉണ്ടാവില്ല. വോട്ടേഴ്സ് ID വോട്ടില്ലായിരുന്നു ഇപ്രാവശ്യം. ആധാർ 20 രൂപ. ATM കാർഡ് പണ്ടത്തെ യൂണിവേഴ്സിറ്റി ID കാർഡ് 20 രൂപ. ഏതോ വിസിറ്റിംഗ് കാർഡ്, പാൻ കാർഡ്. തന്നെ അറിയാം. ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മെഫ്റ്റാസ് പാസ് പെയിൻ കില്ലറാണ്. ഇനി ഉണ്ടല്ലോ ചില്ലറ പൈസ. ഒരു ബദാം ഏതോ കാലത്തെയാണ്, തിന്നാൻ പറ്റലുണ്ടാവില്ല. 10, 20, 15, 16 രൂപ ഒരു സ്ലൈഡ്. ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാ. കുറേ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ചെവി വെക്കുന്നത്. ഉറങ്ങുമ്പോൾ അങ്ങനെ ചെവിയിൽ വെക്കാൻ, കണ്ണു മൂടാനുള്ളത്. ട്രാവൽ എന്താണ് അതിന് പറയാ, ട്രാവൽ പില്ലോ. അങ്ങനത്തെ ഒരുപാട് സാധനം കിട്ടിയിരുന്നു. അതിൻ്റെ കൂടെ ഉള്ളത് ഇതുവരെ ചെവി വെച്ചില്ല, പക്ഷെ ഇതിങ്ങനെ വെക്കാൻ തോന്നുന്നു. നല്ല ക്യൂട്ടല്ലേ. കണ്ടിട്ട് ഒന്ന് വെച്ചാൽ പിന്നെ വെക്കാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് ഇതുവരെ വെച്ചില്ല. പൊട്ടിപ്പോയി. ഇങ്ങനെ കാണിക്കണം ബാഗിലൊന്നും ഇല്ല. ഇങ്ങനെ കാണിക്കും. എൻ്റെ കാലി പിന്നെ അതിനകത്ത് ആയിക്കോട്ടെ. അപ്പം അത്രേ ഉള്ളൂ. ലോങ് വീഡിയോയ്ക്ക് ഉണ്ടാവുമോ? എത്രയായി നമുക്ക്? അതും ഇതും മിക്സ് ആക്കിയിട്ടാ. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ. ഇനി അടുത്തായിട്ട് റിമോട്ട് എവിടെ? അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് കളക്ഷൻ ഇടാം. അതൊക്കെ ഇടാം. റിമോട്ട് എവിടെ? മിക്കവാറും കോമഡി വന്നില്ലേ? വന്നിട്ട്